വീഡിയോയിൽ നമുക്ക് വാലൻസ് ടോട്ടോമറിസം എന്താണെന്ന് നോക്കാം. കോപ്പ് റീഅറേഞ്ച്മെന്റ് നമ്മൾ കണ്ടതാണ്. അത് ഒന്നുകൂടെ നമുക്ക് റിവ്യൂ ചെയ്യാം. കോപ്പ് റീഅറേഞ്ച്മെന്റ് ഈസ് ദ മോസ്റ്റ് ജനറൽ റിയാക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് 1,5-diene സബ്സ്ട്രക്ചർ. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ 1,5-diene സ്ട്രക്ചർ ഉള്ള ഏത് കോമ്പൗണ്ടുകളും കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് കോപ്പ് റീഅറേഞ്ച്മെന്റ്. ഈ റിയാക്ഷൻ നമ്മൾ ഫെമിലിയർ ആണ്, തെർമൽ റിയാക്ഷൻ ആണ്, നമുക്കറിയാം. If we add a pi bond between C3 and C4, then we will get cis-135 hexatriene. This compound can also be treated as 1,5-diene substructure. അപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ 1,5-diene എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ ആ 3,4 എന്ന പൊസിഷനിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അവിടെയും കൂടെ ഒരു ഡബിൾ ബോണ്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ അതിനെ 1,5-diene ഒരു സബ്സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. Therefore, this compound will give cope rearrangement. അതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ടും എന്ത് തരും? കോപ്പ് റീഅറേഞ്ച്മെന്റ് തരും. ഈ റിയാക്ഷൻ നോക്കൂ, ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. കോപ്പ് റീഅറേഞ്ച്മെന്റ് എപ്പോഴും റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആൻഡ് കോപ്പ് റീഅറേഞ്ച്മെന്റ് given by 1,5-hexadiene is known as degenerate cope rearrangement. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആ റീഅറേഞ്ച്മെന്റ് മെക്കാനിസത്തിൽ നമ്മൾ പറഞ്ഞു, ഇത് ഡീജനറേറ്റ് ആണ്. അതായത് പ്രോഡക്റ്റ് ഉടനെ തന്നെ എന്തായി മാറും? റിയാക്റ്റന്റ് ആയി മാറും. അപ്പോൾ നമുക്ക് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. Sigmatropic rearrangement of divinyl cyclopropane can occur more easily if entropy of activation is made more negative by the incorporation of both vinyl groups into a ring. ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? എൻട്രോപ്പി ഓഫ് ആക്ടിവേഷൻ മോർ നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഹോമോട്രോപ്പിലിഡിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്താണ്. അവിടെ എന്താണ്? ഒരു റിംഗ് സിസ്റ്റമാണ് അവിടെ വരുന്നത്, അല്ലേ? റിംഗ് സിസ്റ്റം, അതായത് ബ്രേക്ക് ചെയ്യുന്ന ബോണ്ടും മേക്ക് ചെയ്യുന്ന ബോണ്ടും ഒറ്റ റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി വളരെ ഫാസ്റ്റ് ആയി നടക്കും. വളരെ പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡീജനറസി വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ആ സമയത്ത് നമുക്ക് പ്രോഡക്റ്റും റിയാക്റ്റന്റും പെട്ടെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ട്രോപ്പിലിയം കാറ്റയോണിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ഒന്നാമത്തെ ട്രോപ്പിലിയം കാറ്റയോൺ. ആ ട്രോപ്പിലിയം കാറ്റയോണിലേക്ക് നമ്മൾ ഒരു CH2 ചേർത്ത് കഴിഞ്ഞാൽ അത് ഹോമോട്രോപ്പിലിയം ആയി മാറും. അതിലേക്ക് വീണ്ടും ഒരു CH2 ഗ്രൂപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് 1,3-bis ഹോമോട്രോപ്പിലിയം ആയി മാറും. ഇനി ഈ ഹോമോട്രോപ്പിലിഡീൻസ് തന്നെ, ബ്രിഡ്ജ്ഡ് ഹോമോട്രോപ്പിലിഡീൻസ് ഒരുപാട് രീതിയിലുണ്ട്. അത് വ്യത്യസ്ത രീതിയിലുള്ളതിന്റെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് നോക്കൂ, സെമി ബുൾവാലീൻ. രണ്ടാമത് നോക്കൂ, ബാർബറാലീൻ. മൂന്നാമത്തത് ഡീഹൈഡ്രോ ബുൾവാലീൻ. നാലാമത്തത് ബാർബറാലോൺ. അഞ്ചാമത്തത് ബുൾവാലീൻ. By the bridging of two methylene groups of homotropilidine, one molecule of bulvalin is formed. ഈ കാര്യവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ, ഒന്ന് വെറുതെ വായിച്ചു പോവാം. At 100 degrees Celsius, PMR spectrum of bulvalin shows a peak at 4.22 ppm. Bulvalin has a three-fold rotational axis, thus all the three bonds are equivalent. The cope rearrangement is degenerate in all the three phases. All the three double bonds in it are equivalent. Bulvalin is fluxional molecule. അപ്പോൾ ബുൾവാലിൻ ഒരു ഫ്ലക്സോണൽ മോളിക്യൂൾ ആണ്. എക്സാമിന് ചോദിക്കാൻ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എ മോളിക്യൂൾ ദാറ്റ് അണ്ടർഗോസ് റാപ്പിഡ് ഡീജനറേറ്റ് റീഅറേഞ്ച്മെന്റ്. അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം. ഇനി ഈ റീഅറേഞ്ച്മെന്റിലേക്ക് നോക്കാം. ഡീജനറേറ്റ് കോപ്പ് റീഅറേഞ്ച്മെന്റ് occurs in homotropilidine. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്.
ഇവിടെ നോക്കൂ, ഹോമോട്രോപ്പിലിഡിൻ ട്രാൻസ് ആയിരുന്നു ആദ്യം, അത് റീഅറേഞ്ച്മെന്റ് നടന്ന് സിസ് ആയി മാറി അല്ലെ, സിസ് ആയി മാറി. സിസ് ഉടനെ തന്നെ എന്തായി മാറി, ലാസ്റ്റ് നമുക്ക് ട്രാൻസ് തന്നെ ആയി മാറുന്നു. അപ്പൊ സിസിൽ തന്നെ ഒരു റീഅറേഞ്ച്മെന്റ് വീണ്ടും നടക്കുന്നുണ്ട്, വീണ്ടും ട്രാൻസിലേക്ക് തന്നെ പോകുന്നു. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഏതാണ് കോമ്പൗണ്ട് എന്ന്, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഡീജനറസി ഉള്ളതുകൊണ്ട് കോമ്പൗണ്ടിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയില്ല. സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് നോക്കാം. ദി ടു സിസ് സ്ട്രക്ചേഴ്സ് ഓഫ് ഹോമോട്രോപ്പിലിഡിൻ ആർ ഇന്റർ കൺവേർട്ടബിൾ 1000 times per second at 180 degrees Celsius. This interconvertibility can be enhanced by eliminating possibility of formation of trans isomer, which can be achieved by connecting 1 and 5 positions either directly or through a methylene group. Ethylene bridge solves the same problem. As a result of these operations, we get semi-bulvalin, barbaralin and bulvalin respectively. അപ്പോൾ ഇവിടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കുറച്ചൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് കാര്യമായി വായിച്ചു നോക്കുക. Bulvalin is an example of fluxional molecule. In bulvalin, there is threefold axis of symmetry. Therefore, three equivalent Cope rearrangements are possible in it with each isomer. അപ്പോൾ ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഔട്ട് ഓഫ് ടോട്ടൽ 10 CH ഗ്രൂപ്പ്സ്, ഈച്ച് ഗ്രൂപ്പ്സ് ക്യാൻ occupy 10 പൊസിഷൻസ് ഇൻ ദ മോളിക്യൂൾ. ആ മോളിക്യൂളിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് 10 C carbon atoms and 3-fold axis of symmetry, or 10 factorial by 3, അത്രയും സ്ട്രക്ചേഴ്സ് അവിടെ പോസിബിൾ ആണ്. ഐഡന്റിക്കൽ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ബുൾവാലിൻ വിത്ത് ആർ ഡിജനറേറ്റ്. അപ്പോൾ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3, 1 2 3 4 5 അല്ലെ, 6 7, 36,28,000 അല്ലെ, അത്രയും സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. സോ ബുൾവാലിൻ has been synthesized and its NMR spectrum has shown that it fluctuates about 4,000 times per second at room temperature. There is only one signal located at 0.22 in NMR spectrum at 100 degrees Celsius. So, degenerate Cope rearrangement should not be confused with the resonance, which is hypothetical, whereas former is actual equilibrium. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവരുതെന്ന് പറയുന്നതാണ്. എന്തായാലും ഈ ബുൾവാലിൻ എന്ന സ്ട്രക്ചറിൽ നടക്കുന്ന ഫ്ലക്ഷണൽ മെക്കാനിസമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ബുൾവാലിൻ തന്നെ നമ്മൾ അതിന് കുറച്ചുകൂടെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. എ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് continually undergo rapid degenerate Cope rearrangement at room temperature. One such compound is bulvalin, which was first prepared in 1963 by G. Schroeder from cyclooctatetraene as follows. സോ അത് ബുൾവാലിൻ്റെ സിന്തസിസിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് കണ്ടാൽ മനസ്സിലാവും, സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും. സോ ബുൾവാലിൻ്റെ സിന്തസിസ് ആണ് ഇവിടെ പറയുന്നത്. The 3-3 sigmatropic rearrangement in bulvalin rapidly interconvert identical forms of the molecule. ബുൾവാനിൽ ഈ 3 ഡബിൾ ബോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ 3-3 സിഗ്മാട്രോപിക് റിയാറേഞ്ച്മെന്റ് വളരെ ഫാസ്റ്റായി നടക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രക്ചറുകൾ ഇതിന് പോസിബിൾ ആണ്. ഒരുപാട് many structures possible. Molecules such as bulvalin that undergo rapid bond shifts are called fluxional molecules. അപ്പോൾ നമ്മൾ വീണ്ടും ഒരേ കാര്യം തന്നെ പറയുന്നത്. അപ്പോൾ ബുൾവാലിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ആ സ്ട്രക്ചർ വരച്ച് പഠിക്കണം. നല്ലൊരു ക്വസ്റ്റൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലക്സുവൽ റീഅറേഞ്ച്മെന്റ് ചോദിച്ചാലും ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഇൻ ഫ്ലക്സുവൽ മോളിക്യൂൾ their atoms are in a continual state of motion associated with rapid changes in bonding. The rearrangement may involve either bond reorganization or atom migration. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്, ഈ സംഭവമായിരിക്കാം നടക്കുന്നത്. അതുകൊണ്ട് ഫ്ലക്ഷണൽ മോളിക്യൂളിന് വളരെ പ്രാധാന്യമുണ്ട്. എക്സാമ്പിൾ ബുൾവാലിനാണ് നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ. അതിൻ്റെ കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. Other neutral
completely fluxional organic molecules have not appeared, although the phenomenon of fluxionality appears to be rather more common in organic cations and organometallic compounds. The fluxionality of the sigma bonded metal cyclopentadienydes involve atom migration. വീണ്ടും അതേ കാര്യം തന്നെ വേറൊരു മോളിക്യൂൾ പറയുന്നത്, പ്രധാനമായിട്ടും ഓർഗാനിക് മോളിക്യൂളിലാണ് ഈ പ്രോപ്പർട്ടി ധാരാളമായി കാണുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു കോമ്പൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് സൈക്ലോപെൻറ്റാഡൈനൈഡസിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്. സോ നമുക്കത് ആ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ അത് മാറിക്കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഇക്വിലിബ്രിയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ ഫ്ലക്സിയോണാലിറ്റി ഈസ് മോസ്റ്റ് റെഡിലി ascertained by means of nuclear magnetic resonance spectroscopy. Conversion of one structure into other in fluxional molecule is known as valence tautomerism. നമ്മൾ പറഞ്ഞു വന്നത് വാലൻസ് ടോട്ടോമറിസം ആണ്. ഈ പ്രോപ്പർട്ടിയെ കൺവേർഷൻ ഓഫ് വൺ സ്ട്രക്ചർ ഇൻടു അതർ ഇൻ ഫ്ലക്സിയോണൽ മോളിക്യൂൾ ഈസ് നോൺ ആസ് വാലൻസ് ടോട്ടോമറിസം ആൻഡ് ഐസോമേഴ്സ് ആർ നോൺ ആസ് വാലൻസ് ടോട്ടോമേഴ്സ്. ഇതാണ് മെയിൻ പോയിന്റ്, ഇതാണ് മെയിൻ ഡെഫിനിഷൻ, മെയിൻ ഐഡിയ ഇതാണ്. അപ്പോൾ വാലൻസ് ടോട്ടോമറിസം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ ഫ്ലക്സിയോണാലിറ്റിയെ കുറിച്ചാണ് എഴുതേണ്ടത്. മെയിനായിട്ട് ബുൾവാലിനിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സിയോണാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, താങ്ക് യു.